സോ കുറച്ച് സെക്കൻഡ്സ് ഞാനും അച്ഛനും ഈ ഒരൊറ്റ സെന്റൻസസ് ഈ ഒരു വളരെ നേപ്പാളിൽ പോവാണ്, ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോവാണെന്ന് പറഞ്ഞ സമയത്ത് എന്നെക്കാളും സന്തോഷിച്ച ഒരാളാണ്. ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഇത്ര ഭംഗിയായിട്ട് ഒരാളത് പറഞ്ഞു തന്നിട്ട് ഞാൻ കേട്ടിട്ടില്ല. സോ അവിടെ ആ ഒരു ബോണ്ട് ഉണ്ട്, നമ്മള് ഒരു ഡിവൈൻ ആയിട്ട്, യൂണിവേഴ്സ് ആയിട്ട്. സോ യൂണിവേഴ്സ് ഓൾവേസ് ഗീവ് ദാറ്റ് കൈൻഡ് ഓഫ് സർപ്രൈസ് ഫോർ us. നമുക്ക് ഹലോ all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today, and I'm super excited to be here with another video of night talks with ghosts. So it's been a long time അല്ലെ നമ്മൾ നൈറ്റിൽ ഇതുപോലത്തെ വീഡിയോ ചെയ്തിട്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങളടുത്ത് രാത്രി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇതുപോലെ എൻ്റെ ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. സോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എസ്പെഷ്യലി നിങ്ങൾ പല സിറ്റുവേഷനൊക്കെ റിയലൈസ് ചെയ്തു വരുന്ന ഒരു അവേക്കനിങ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ഇന്നും ഞാൻ അതുപോലൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. ഈ പറയാൻ പോകുന്ന ഈ കാര്യം എൻ്റെ ലൈഫിൽ ഞാനൊരു ട്രഷറായിട്ട് സൂക്ഷിക്കുന്ന കാര്യമാണ്, വളരെ വാല്യുബിൾ ആയിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം ചില ആളുകൾക്ക്, പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് അത്രയും ഞാൻ പ്രഷ്യസ് ആയിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് എവിടുന്ന് തുടങ്ങണം, എങ്ങനെ അത് കണക്ട് ചെയ്യണം എന്നറിയാത്തൊരു സ്റ്റേജ് ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അത്ര ഒരു ആഗ്രഹം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. ചിലത് നമ്മൾ ഇന്റൻഷനലി ചെയ്യേണ്ട കാര്യമില്ല. അത്ര ഒരു ആഗ്രഹം ഉണ്ടാവുന്ന സമയത്ത് നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത്. ഇത് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഇത്ര ഭംഗിയായിട്ട് ഒരാളത് പറഞ്ഞു തന്നിട്ട് ഞാൻ കേട്ടിട്ടില്ല. സോ അച്ഛൻ്റെ ആ വാക്കുകളെ എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അറിയാം. അത്ര മനോഹരമായിട്ട് ഞാൻ ആ കാര്യം എവിടുന്നും കേട്ടിട്ടില്ല. 1.5 വർഷം മുൻപ് ഞാൻ നേപ്പാളിൽ പോവാണ്, ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോവാണെന്ന് പറഞ്ഞ സമയത്ത് എന്നെക്കാളും സന്തോഷിച്ച ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പൊ പോകുന്നത് അച്ഛന് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മളടുത്ത് പറയുകയൊന്നുമല്ല, ഓക്കെ ഞാൻ വളരെ സന്തോഷമാണ് അങ്ങനെയല്ല, പക്ഷെ നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം അല്ലെ അവർ എത്രമാത്രം എക്സൈറ്റഡ് ആണ്, സന്തോഷമുണ്ട് എന്നുള്ളത്. സോ എൻ്റെ അച്ഛൻ എന്നെക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പോകുന്ന കാര്യത്തിനൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അതും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. സോ അന്ന് രാത്രി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. എൻ്റെ അച്ഛൻ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ യാത്രേനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അന്ന് അച്ഛൻ കിടക്കുകയാണ്. അന്ന് അച്ഛൻ കിടന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നല്ല ഒരു ഫീൽ ഗുഡ് ആണ് രാത്രി നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത്. സോ അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഒരു സ്ഥലത്ത് പോവാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഒന്ന് കണ്ണടച്ചാല് നമുക്ക് ആ സ്ഥലത്തൊക്കെ പോവാൻ പറ്റും. അത്രേ ആ സ്ഥലത്ത് എന്തൊക്കെ കാഴ്ചകളുണ്ട്, അവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഈവൻ നമ്മൾ അവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അവിടുത്തെ ആളുകളെ കാണാൻ സാധിക്കും, അവിടുത്തെ വഴികൾ കാണാൻ സാധിക്കും, അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ണിൽ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അത്ര ആഗ്രഹത്തോട് കൂടിയിട്ട് ആ ഒരു സ്ഥലം കാണുന്ന സമയത്ത് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു കാര്യം, നമ്മുടെ ആഗ്രഹത്തെ കണ്ണടയ്ക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും. അത്രേ ഞാൻ അച്ഛൻ ഇത് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചിട്ട് ഇങ്ങനെ വിഷ്വൽസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആളുകൾ എങ്ങനെയായിരിക്കാം, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. സോ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്, ഞാൻ അവിടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുന്നതിന് മുൻപ് തന്നെ എൻ്റെ ഒരു അറിവ് വെച്ച്, ഞാൻ കണ്ടതൊക്കെ വെച്ച് ഞാൻ ചില കാര്യങ്ങൾ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അച്ഛൻ ഈ പറയുന്ന കുറച്ച് സെക്കൻഡ്സിലാണ് ആ ഒരു കോൺവെർസേഷൻ വരുന്നത്. സോ അത് ഞാൻ ഇങ്ങനെ കണ്ണടച്ച് ഞാനിങ്ങനെ ഒരു വളരെ ഫീൽ ഗുഡ്, ലൈക്ക് അത് ആ ഒരു ഫീലിങ്സ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല നിങ്ങളുടെ അടുത്ത്. സോ ഞാൻ ഒരു കുറച്ച് സമയം ഞാൻ അച്ഛനും അങ്ങനെയായിരുന്നു. അച്ഛൻ്റെ ആ ഒരു സംസാരത്തിൽ നമുക്കറിയാം അച്ഛൻ ഇസ് ആക്ച്വലി ലിറ്ററലി ആ ഒരു സ്ഥലത്ത് കൂടെയൊക്കെ പോവാണ്, എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ആ ഒരു മൗണ്ടനിലൂടെയൊക്കെ പോവാണ്. അച്ഛൻ്റെ ആ വാക്കുകൾ തന്ന പിക്ചർ ഉണ്ട്. സോ അതായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ കുറച്ച് സെക്കൻഡ്സ് ഞാനും അച്ഛനും ഈ ഒരൊറ്റ സെന്റൻസസ്, ഈ ഒരു വളരെ സെക്കൻഡ്സിൽ ഫിനിഷ് ആവുന്ന ഒരു സെന്റൻസ് ആണ്, പക്ഷെ ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്
അങ്ങനെ ആ കോൺവെർസേഷന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോവാണ്. അവിടെ 1-2 ദിവസത്തെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്ത് എവിടേക്കോ ചില പ്ലേസിലൂടെയൊക്കെ പോകുന്ന സമയത്ത് അച്ഛൻ തന്നിട്ടുള്ള ആ വാക്കുകളിൽ നിന്ന് ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ചില സ്ഥലങ്ങള്, ആ ഒരു പ്ലേസിലെ ചില കാര്യങ്ങൾ എക്സാക്ട്ലി എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റി. സോ ഞാൻ അവിടെ പോയിട്ടില്ല, ഞാൻ അങ്ങനത്തെ സ്ഥലം ഈവൻ എവിടെയും കണ്ടിട്ടില്ല, ആരെങ്കിലൊക്കെ യാത്ര ചെയ്തൊരു പ്ലേസിൽ പോലും ഞാൻ അങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അച്ഛൻ്റെ ആ ഒരു ഇമാജിനേഷനിലുള്ള ചില പ്ലേസസ് ഒക്കെ, അച്ഛൻ്റെ ആ ഒരു പറയാതെ പറഞ്ഞിട്ടുള്ള ചില ഇമാജിനേഷനിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് ആ ഒരു ഓരോ പ്ലേസിൽ പോകുന്ന സമയത്ത് ഓരോരോ മെമ്മറീസ് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു യാത്ര ഞാൻ മാത്രമല്ല പോയത്, എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ കൂടെ പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കൂടെ അച്ഛനും ഉണ്ടായിരുന്നു ആ ഒരു യാത്രയിൽ. ഡെഫിനറ്റ്ലി അച്ഛന് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ പോയിട്ടുള്ള പ്ലേസസ്. ചില സമയത്തൊക്കെ ഞാൻ വീഡിയോ കോൾ ചെയ്യും, സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. സോ എന്നെക്കാളും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു എൻ്റെ യാത്രയിൽ എൻ്റെ അച്ഛൻ. എന്നെക്കാളും സന്തോഷിച്ചിട്ടുള്ള ഒരാളായിരുന്നു. സോ ഇത് ഞാൻ നിങ്ങളടുത്ത് പറയാൻ കാരണം എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു വാക്കുകളുണ്ട് അല്ലെ. സോ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണുകൾ അടച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. വിച്ച് മീൻസ് ലൈക്ക് നമ്മളത് വിഷ്വലൈസ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് അത്ര ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു വിഷ്വൽസ് അതിന് കൊടുക്കാൻ സാധിക്കും അല്ലെ. സോ ഒന്നുമില്ലാത്തൊരു സമയത്ത് ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. അതാണ് നമുക്ക് നമ്മളെടുത്ത് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന്റെ ആ ഒരു ഫ്രീക്വൻസി റേസ് ചെയ്യാൻ, അതിലേക്കുള്ള ഒരു ദൂരം കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. അത്ര ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇത് വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമൊന്നല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് മറന്നു പോവുക, നമ്മളുടെ ആ ഒരു ഇമാജിനേഷന്റെ പവർ എന്താണ് എന്നുള്ളത് അല്ലെ. നമ്മൾ എന്ത് കാര്യങ്ങളും ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഫീലിങ്സ് ഉണ്ട് അല്ലെ, ആ ഒരു ഫീലിങ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സോ നമുക്കൊരു നല്ലൊരു വീടില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും, അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ആഗ്രഹത്തിലേക്ക് വരുന്നത്. നമ്മളൊരു റിലേഷൻഷിപ്പിലല്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ഫീൽ ചെയ്യും, എങ്ങനെ സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യും, ആ ഒരു ഫീലിങ്സ് കണക്ട് ചെയ്യാനുള്ള ഒരു ക്രേവ് ആണ് നമുക്ക് ഉണ്ടാവുന്നത് അല്ലെ. നമ്മൾ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും അല്ലെ. സോ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്കത് ഉള്ളതുപോലെ ഫീൽ ചെയ്യാൻ, അത് ഉണ്ടാക്കിയെടുക്കുക, ആ ഒരു ഫീലിങ്സ് കണക്ട് ചെയ്യാനുള്ള ഒരു പവർ നമ്മളുടെ അടുത്തുണ്ട്. സോ എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണുകൾ അടച്ച് ആ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കതൊക്കെ ശരിക്കും കാണാൻ പറ്റും. ഈവൻ നമ്മളവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും, എസ്പെഷ്യലി നമ്മളുടെ ആഗ്രഹം അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ നമുക്ക് അവിടെ എത്തിച്ചെല്ലാൻ സാധിക്കും. അത് ദാറ്റ് ഇസ് ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ നമ്മളുടെ ആഗ്രഹത്തിലേക്കുള്ള ഒരു ഫ്രീക്വൻസി കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അറിയില്ല എന്താണ് നമ്മളുടെ റിയാലിറ്റി എന്നുള്ളത് അല്ലെ. സോ നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് അത് കണക്ട് ചെയ്യുന്നത്, അതാണ് വീണ്ടും വീണ്ടും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആൻഡ് അതാണ് പിന്നീട് നമ്മളുടെ ഒരു റിയാലിറ്റി ആയിട്ട് വരുന്നത്. ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഞാൻ മസ്റ്റായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് സ്കൈ ഡൈവ്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ദുബായി പോയിട്ട് സ്കൈ ഡൈവ് ചെയ്യുക എന്നുള്ളത്. സോ സ്കൈ ഡൈവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ട് ദുബായി പോവാൻ പ്ലാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ളൊരു പ്ലാനോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് പോലും എനിക്ക് ഫീൽ ചെയ്യാം ഹെലികോപ്റ്ററിന് ചാടുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഫീൽ ഉണ്ടായിരിക്കുക, എങ്ങനത്തെ ഒരു ഫീൽ ആയിരിക്കാം, നമ്മൾ എന്തൊരു അവസ്ഥയിലായിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കുക, ഞാൻ അതിലേക്ക് പോകുന്നതും അവര് ട്രെയിനിങ് ഒക്കെ തരുന്നതും ഞാൻ സംസാരിക്കുന്നതും ഹെലികോപ്റ്ററിൽ കയറുന്നതും ചാടുന്നതും എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നതൊക്കെ എനിക്ക് അവിടെ പോകുന്നതിന് മുൻപ്, അത് പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ അത്ര സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന ഒരു ആഗ്രഹമാണ് സ്കൈ ഡൈവ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തൊരു സമയത്താണ് ഞാൻ ദുബായി പോകുന്നതും സ്കൈ ഡൈവ് ചെയ്യുന്നതും. സോ ലൈക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്, സഡൻ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇറ്റ്സ് ലൈക്ക് ദുബായ് എന്നെ വിളിക്കുകയായിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടി, സ്കൈ ഡൈവ് ചെയ്യാൻ വേണ്ടി. ഇറ്റ്സ് ലൈക്ക് എ ഡിവൈൻ പ്ലാൻ, വാ നമുക്ക് പോവാം, ദർ ഇസ് നോ പെർഫെക്റ്റ് ടൈം, ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം എന്നുള്ളൊരു രീതിയിൽ എന്നെ അങ്ങനെ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് സ്കൈ ഡൈവ് ചെയ്തത്. സോ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ
നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുന്നെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സമയത്തല്ല അത് സംഭവിക്കുക അല്ലെ. സോ അവിടെ ആ ഒരു ബോണ്ട് ഉണ്ട് നമ്മൾ ഒരു ഡിവൈൻ ആയിട്ട്, യൂണിവേഴ്സ് ആയിട്ട്. സോ യൂണിവേഴ്സ് ഓൾവേസ് ഗീവ് ദാറ്റ് കൈൻഡ് ഓഫ് സർപ്രൈസ് ഫോർ അസ്. നമുക്ക് അത്ര ആഗ്രഹം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ടൈമിലും, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു വഴിയിലും, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതിയിലായിരിക്കാം നമുക്ക് ലൈഫിൽ അത് തരുന്നുണ്ടായിരിക്കാം. ദാറ്റ് ഈസ് ദ റിയൽ സർപ്രൈസ് അല്ലെ. സോ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ആഗ്രഹത്തെ, എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ കണ്ണടയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആഗ്രഹത്തെ കാണാൻ പറ്റും, അവിടെ ചെല്ലാൻ പറ്റും, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ വേറെ പ്രഷർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, റിയൽ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ്, ഗ്രേറ്റസ്റ്റ്, സ്ട്രോങ്ങസ്റ്റ് മാനിഫെസ്റ്റേഷൻ. ആൻഡ് ഒരു ദിവസം നമ്മൾ അതിൽ ജീവിക്കും, അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. സോ ഈ വീഡിയോ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ആഗ്രഹം ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് വേണ്ട ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ അല്ലെ. സോ ഹെൽപ്പ് ദം ഓൾസോ. സോ ലെറ്റ്സ് ഗ്രോ ടുഗെദർ. ഓക്കെ, ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ പറയാം. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഡെഫിനറ്റ്ലി വരും. എസ്പെഷ്യലി നിങ്ങൾ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉള്ള സമയത്ത്, ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും പോവുക, സോളോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം, നിങ്ങൾക്ക് അത് പോണോ വേണോ വേണ്ടേ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകുന്ന സമയത്ത് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജ് വഴിയായിരുന്നു ഞാൻ ഏജൻസി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവർ ഇനീഷ്യലി പറഞ്ഞു വേറെയും സോളോ ഫീമെയിൽ ട്രാവലേഴ്സ് ഉണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിനനുസരിച്ചിട്ട് ഞാൻ വീണ്ടും റീകൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവര് വീണ്ടും കൺഫേം ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞാൻ എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ നേപ്പാളിലേക്കുള്ളതൊക്കെ ബുക്ക് ചെയ്യുന്നു, ബാക്കി ട്രെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനമാണ് ഞാൻ അറിയുന്നത് ഞാനാണ് ആ ഒരു ബാച്ചില് ആകെ ഒരു ഫീമെയിൽ ട്രാവലർ ഉള്ളത്, ബാക്കി എല്ലാവരും മെയിൽസ് ആണുള്ളത്. സോ എനിക്ക് ബോയ്സിന്റെ അടുത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഐ എം മോർ കംഫർട്ടബിൾ വിത്ത് ബോയ്സ്. എനിക്ക് ബോയ്സ് ഫ്രണ്ട്സ് ആണ് കൂടുതലുള്ളതും. ഞാൻ MBA പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരേ ഒരു പെൺകുട്ടിയായിരുന്നു എന്റെ ബാച്ചില്, ബാക്കി ഒരു 16-17 ബോയ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമില്ല. പക്ഷെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് വളരെ ഐസൊലേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അങ്ങനെ അത്ര ആക്സസ് ഒന്നുമില്ല. നമുക്ക് ഫോൺ ആണെന്നുണ്ടെങ്കിലും നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആൻഡ് നമ്മൾ കാട്ടിൽ കൂടെയൊക്കെയാണ് പോകേണ്ടത്, വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്ലേസിലൂടെയൊക്കെ ആയിരിക്കും പോകേണ്ടത്. സോ എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കാര്യം വന്ന സമയത്ത് എത്രമാത്രം സേഫ് ആയിരിക്കും എന്നുള്ളത്. സേഫ് ആണ് ഡെഫിനറ്റ്ലി. നമ്മൾ അങ്ങനത്തെ പ്ലേസിൽ പോകുന്ന സമയത്ത് നമ്മൾ സേഫ് ആയിട്ടാണ് പോകേണ്ടത്. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു 10-14 ദിവസത്തെ ട്രെക്കിംഗ് ആണ്. സോ ഞാൻ എത്രമാത്രം ഓക്കെ ആയിരിക്കും, എനിക്കതൊരു കൺസേൺ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ ഫീമെയിൽ ആയിട്ട്, ബാക്കി എല്ലാവരും മെയിൽസ് ആണെന്ന് പറഞ്ഞു. എനിക്ക് തന്നെ ഞാൻ ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്യുക എന്നൊക്കെ ഒരു പ്ലാൻ ആയിരുന്നു. കാരണം ഒന്നാമത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഇസ് എ പ്ലേസ് എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ ആ ഒരു പ്ലേസിൽ പോകണം എന്ന് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ആ പ്ലേസ് എന്നെ ആഗ്രഹിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു സ്ഥലമാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. സോ അതുകൊണ്ട് തന്നെ എന്തിനാണ് ഞാൻ പോകുന്നത്, എന്തിനാണ് ഈ ഒരു പ്ലേസ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത് പോലും എനിക്ക് ഒരു സംശയമായിട്ട് വന്നിട്ടുണ്ട്. സോ എനിക്കൊരു ഒരു കൈൻഡ് ഓഫ് ഒരു ഫിയർ, ഉള്ളിൽ എവിടേക്കോ ഒരു പേടിയും ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ അത്ര ഒരു ട്രെക്ക് ചെയ്യുന്ന ഒരാളോ അല്ല, യാത്ര ചെയ്യാറുണ്ട് ഒരുപാട്, പക്ഷെ ട്രെക്കിംഗ് എന്റെ ലൈഫിൽ ഫസ്റ്റ് ട്രെക്കിംഗ് ആണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക്. സോ ഇതൊക്കെ എനിക്കൊരു കൺസേൺ ആയിരുന്നു. ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു വേറെ ഫീമെയിൽ ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ബോയ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അച്ഛൻ അന്ന് എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ട് ഒരു വാക്കുണ്ട്. ഇത് കേട്ടപ്പോൾ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു, എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോലത്തെ പ്ലേസസ് അല്ലെങ്കിൽ അങ്ങനത്തെ ട്രെക്കിംഗ്, അങ്ങനത്തെ പ്ലേസ് എല്ലാവരും ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് പോകുന്ന ഒരു പ്ലേസ് ആണ് അല്ലെ. അവരുടെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടാവില്ല, യാത്ര ചെയ്യുക എന്നുള്ളതാണ്, പുതിയ കാര്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നുള്ളതാണ്. അതാണ് എല്ലാവരുടെ അവിടെ പോകുന്ന എല്ലാ ആളുകളുടെ, ഓരോ ആളുകളുടെ ഒരു എയിം എന്ന് പറയുന്നത് അതാണ്. അത് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. സോ അങ്ങനെ പോകുന്ന പ്ലേസിൽ ഒരാൾക്കും അനാവശ്യമായിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടാവില്ല. അങ്ങനത്തെ യാത്രകൾ എപ്പോഴും സേഫ് ആയിരിക്കും. സോ ഈ ഒരു വാക്ക് കേട്ട സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്, ലൈക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
അപ്പൊ വേറെ ഒന്നും ഞാൻ നോക്കിയില്ല, വേറെ ഓക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അങ്ങനത്തെ ഒരു വാക്കുകളാണ് നമ്മുടെ ലൈഫിൽ നമ്മളെ പുഷ് ചെയ്യുക. ചില ആളുകളുടെ വാക്കുകൾക്ക് അത്ര ഒരു വലിയൊരു പവർ ഉണ്ട് അല്ലെ. സോ എന്റെ ലൈഫിൽ പലപ്പോഴും അച്ഛന്റെ വാക്കുകൾ എനിക്ക് സ്ട്രെങ്ത് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിനുശേഷം എനിക്ക് വന്നിട്ടുള്ള ഒരു കറേജ്, എനിക്ക് വന്നിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നമുക്ക് വാക്കിൽ കൂടെ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. സോ ഞാൻ അവിടെ പോയപ്പം മൊത്തം നോർത്ത് ഇന്ത്യൻസ് ആണ്, ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും തോന്നിയില്ല ഞാൻ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ബോയ്സിന്റെ കൂടെയാണ് പോകുന്നത്. ആ ഒരു ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആൻഡ് സ്റ്റിൽ വി ആർ ഇൻ ടച്ച്. നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് ഓരോ പ്ലേസിൽ പോകുന്ന സമയത്ത് സോളോ ട്രിപ്പിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമുക്കിതുപോലെ പല ആളുകളെ കണക്ട് ചെയ്യാൻ സാധിക്കും, പല ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെ കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസും അവിടെ കൂടി വരികയാണ്, നമ്മുടെ എക്സ്പീരിയൻസ് അവിടെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു സർക്കിളിൽ മാത്രമല്ല നിൽക്കുന്നത്, പല ആളുകള് പല ലക്ഷ്യത്തോടു കൂടി വരുന്ന, പല സിറ്റുവേഷന് വരുന്ന ആളുകളെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ കമന്റ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയാം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.